ശൂന്യനാവുക, എല്ലാം നേടുക. 99% ആളുകളും അറിയാൻ ആഗ്രഹിക്കാത്ത ആ വലിയ രഹസ്യമെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ശൂന്യനാവുക, എല്ലാം നേടുക. കേൾക്കാൻ വളരെ ലളിതമെന്നു തോന്നുമെങ്കിലും അത്രത്തോളം തന്നെ ആഴമുള്ളതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ചിന്തയാണിത്. നമ്മൾ ശൂന്യനാവുക എന്നു പറയുമ്പോൾ നിങ്ങളെത്തന്നെ പൂർണ്ണമായും ശൂന്യമാക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യാതൊരു പ്രതീക്ഷകളോ ഭയമോ നാശമോ ബന്ധനങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥ. ഈ ശൂന്യത എന്നു പറയുന്നത് നിങ്ങൾക്കെന്തെങ്കിലും നഷ്ടപ്പെടുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് ഇതൊരു പുതിയ തുടക്കത്തിനുള്ള ഇടമാണ്. യഥാർത്ഥ ശക്തിയും അനന്തമായ സാധ്യതകളും ജനിക്കുന്ന ഒരിടം. ഇന്ന് ഗ്യാൻ കി ആവാസിന്റെ ഈ പ്രത്യേക സെഗ്മെന്റിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന പരമഹംസ യോഗാനന്ദന്റെ ആ അഗാധമായ സത്യം നമ്മൾ മനസ്സിലാക്കും. വരൂ, ഈ രഹസ്യത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് ഇറങ്ങിച്ചെല്ലാം. സാധാരണയായി നാം എല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനുള്ള നെട്ടോട്ടത്തിലാണ്. പണം, വിജയം, പ്രണയം, ബഹുമാനം. എന്നാൽ ഇവയൊന്നും നമുക്ക് ഒരിക്കലും ശാശ്വതമായ സന്തോഷം നൽകുന്നില്ല. നമുക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ കൂടുതലായി വേണം എന്ന് തോന്നിക്കൊണ്ടിരിക്കും. ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം നിറയുന്നുവെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെത്തന്നെ മറന്നുപോകുന്നു. നമ്മുടെ അഹംഭാവം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ എന്നിവ നമ്മെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുകയും യഥാർത്ഥ സമാധാനത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യുന്നു. ഈ അഹംഭാവത്തിന്റെയും ആഗ്രഹങ്ങളുടെയും വലയിൽ നിന്ന് നാം പുറത്തുവരുമ്പോഴാണ് യഥാർത്ഥ മോചനവും യഥാർത്ഥ സുഖവും ലഭിക്കുന്നത് എന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നാം ശൂന്യരാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെയൊരു ചോദ്യമുയരുന്നു: എന്താണ് ഈ ശൂന്യനാവുക എന്നത്? ശരിക്കും ഒരാൾക്ക് സ്വയം പൂർണ്ണമായി ശൂന്യനാകാൻ കഴിയുമോ? ശൂന്യനാകുക എന്നതിനർത്ഥം നിങ്ങളുടെ മനസ്സിനെ എല്ലാ മിഥ്യാധാരണകളും, ഭയവും സമ്മർദ്ദവും പ്രതീക്ഷകളും താൽക്കാലിക ബന്ധനങ്ങളും അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ്. ഇതൊരു സാധാരണ ശൂന്യമായ ഇടമല്ല, മറിച്ച് ആഴമേറിയതും വിശാലവും അനന്തമായ സാധ്യതകൾ നിറഞ്ഞതുമായ ഒരു ലോകമാണ്. നിങ്ങളുടെ മനസ്സ് ശൂന്യമാകുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ ഊർജ്ജത്തിനായി അത് തുറക്കപ്പെടുന്നു. ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ വരണ്ട പാടം ജീവൻ വെക്കുന്നതുപോലെ മനസ്സ് ശൂന്യമാകുമ്പോൾ അത് ആത്മീയ ഊർജ്ജത്താൽ നിറയുന്നു. എന്നാൽ ഈ ശൂന്യത അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. ഇത് നേടാൻ ദീർഘവും കഠിനവും ക്ഷമ നിറഞ്ഞതുമായ ഒരു യാത്ര ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങളെ ശാന്തമാക്കാനും നമ്മെ അസ്ഥിരപ്പെടുത്തുന്ന ചിന്തകളെ നിയന്ത്രിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. ഞാൻ എന്തു ചെയ്യണം? എനിക്കെന്താണ് വേണ്ടത്? ഞാൻ വിജയിക്കുമോ? എന്നിങ്ങനെയുള്ള ശബ്ദങ്ങളാണവ. ഇത്തരം ചോദ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതീതമായി ഉയരുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ ശൂന്യതയുടെ അവസ്ഥയിൽ എത്താൻ കഴിയൂ എന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങളില്ലാത്ത സമാധാനവും ഐക്യവും മാത്രം അനുഭവപ്പെടുന്ന ഒരവസ്ഥ. ശൂന്യനാകുക എന്നതിന് അഹംഭാവം ത്യജിക്കുക എന്ന വലിയൊരർത്ഥം കൂടിയുണ്ട്. നമ്മുടെ ഞാൻ എന്ന ഭാവമാണ് നമ്മുടെ അസ്തിത്വം എന്ന് നാം കരുതുന്നു. എന്നാൽ യഥാർത്ഥ സ്വത്വം അതല്ല, മറിച്ച് നമ്മിലെല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ചബോധമാണെന്ന് യുഗങ്ങളായി നിലനിൽക്കുന്ന ആത്മീയ പാരമ്പര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ശൂന്യനാകുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചബോധവുമായി ബന്ധിക്കപ്പെടുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സമാധാനം, സ്നേഹം, വിജയം, സന്തോഷം എന്നിങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിലേക്കും ഈ ബന്ധം നിങ്ങളെ ചേർക്കുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്, പക്ഷേ ഞാനിത് എങ്ങനെ സ്വന്തമാക്കും എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഈ പ്രക്രിയ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അസാധ്യമല്ല. ധ്യാനത്തിന്റെയും സാക്ഷിഭാവത്തിന്റെയും സഹായത്തോടെ പരമഹംസ യോഗാനന്ദൻ പഠിപ്പിച്ച നിരന്തരമായ പരിശീലനത്തിന്റെ ഫലമാണിത്. എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ക്രമേണ ആ ശൂന്യതയിലേക്ക് നീങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും യാതൊരു പ്രതികരണവുമില്ലാതെ, വിലയിരുത്തലുകളില്ലാതെ കേവലം നോക്കിക്കാണുക എന്നാണ് സാക്ഷിഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സംഭവമുണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നതിനു പകരം ഒരു പുറത്തുനിന്നുള്ള കാഴ്ചക്കാരനെപ്പോലെ നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നു. ഇത് മനസ്സിലെ ആശയക്കുഴപ്പം കുറയ്ക്കുകയും സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ അഹംഭാവത്തെ തിരിച്ചറിയാനും ക്രമേണ അത് ഉപേക്ഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ശൂന്യനാകുക എന്നത് കേവലം ഒരു മാനസികമോ ആത്മീയമോ ആയ പ്രക്രിയ മാത്രമല്ല, മറിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു. നിങ്ങൾ ശൂന്യനാകുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിക്കുന്നു. പ്രപഞ്ചത്തിന്റേതായ ഊർജ്ജങ്ങളുമായി നിങ്ങൾ യോജിച്ചു പോകാൻ തുടങ്ങുന്നു. തൽഫലമായി അത് അറിവോ പണമോ ബന്ധങ്ങളോ മാനസിക സമാധാനമോ എന്തുമാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. 99% ആളുകൾക്കും മനസ്സിലാകാത്ത ആഴത്തിലുള്ള ഒരു കാര്യം ഇവിടെയുണ്ട്. നിങ്ങൾ ശൂന്യനാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല, മറിച്ച് അവ പ്രപഞ്ചതലത്തിൽ വളരെ വ്യക്തവും ശക്തവുമായിത്തീരുന്നു. അവ പൂർത്തീകരിക്കപ്പെടുക എന്നത് അനിവാര്യമായി മാറുന്നു. പ്രപഞ്ചത്തിന്റെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാനുള്ള വെറുമൊരു മാധ്യമമായി നിങ്ങൾ മാറുന്നു. മുമ്പ് ഓടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാകുന്നു. മുമ്പുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ അകലുന്നു.
ഒരു തരത്തിൽ പറഞ്ഞാൽ ശൂന്യനാകുക എന്നതിനർത്ഥം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും പുതിയതും തുറന്നതും ശക്തവുമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഈ യാത്ര എളുപ്പമല്ല, പക്ഷേ വളരെ മനോഹരവും തൃപ്തികരവുമാണ്. നിങ്ങൾ ഈ യാത്രയ്ക്കിറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും നിലവാരം മുമ്പത്തേക്കാൾ പല മടങ്ങ് വർദ്ധിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും ഈ പ്രപഞ്ചത്തെ മുഴുവനായും ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ നിങ്ങൾക്ക് കഴിയും. നാം ശൂന്യനാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനർത്ഥം നമ്മുടെ ഉള്ളിലെ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുക എന്നതാണ്. നിങ്ങളെ തളച്ചിടുന്ന, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെയും അകറ്റുക. ഈ യാത്ര ആരംഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു നിരീക്ഷകനെപ്പോലെ നോക്കിക്കാണാൻ പഠിക്കുക. ഒരു നിഷ്പക്ഷനായ കാഴ്ചക്കാരനെപ്പോലെ നിങ്ങളുടെ മനസ്സിനെ നോക്കിക്കാണാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ നമ്മെ ഭയപ്പെടുത്തുകയും വലയം ചെയ്യുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഈ ഭയവും ആശയക്കുഴപ്പവുമാണ് ശൂന്യതയിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാരണം. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ധ്യാനം. കണ്ണടച്ചിരിക്കുക എന്നത് മാത്രമല്ല ധ്യാനം, മറിച്ച് നിങ്ങളുടെ മുഴുവൻ അസ്തിത്വവും ഏകാഗ്രമാക്കുക എന്നതാണ്. ധ്യാനവേളയിൽ നാം നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്രമേണ അതിന്റെ എല്ലാ വികാരങ്ങളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും മുക്തമാകാൻ തുടങ്ങുമെന്ന് പരമഹംസ യോഗാനന്ദൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തേക്കുള്ള പാലമാണ് ശ്വാസം. അതിനാൽ ദിവസവും കുറച്ചു സമയം ധ്യാനത്തിനായി മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. അത് 10 മിനിറ്റോ 30 മിനിറ്റോ ആകാം. ധ്യാനത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങൾ കുറച്ചുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ശക്തി പുറത്തുവരുന്ന ആ അഗാധമായ ശൂന്യതയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു. ശൂന്യനാകുന്നതിന് സ്വന്തം അഹംഭാവത്തെ തിരിച്ചറിയുകയും പതുക്കെ അത് ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്റെ പേര്, എന്റെ ശരീരം, എന്റെ നേട്ടങ്ങൾ എന്നിവയാണ് ഞാൻ എന്നു പറയുന്ന ശബ്ദമാണ് ഈ അഹംഭാവം. എന്നാൽ പരമഹംസ യോഗാനന്ദൻ പറയുന്നത് നമ്മുടെ യഥാർത്ഥ സ്വത്വം അതിനൊക്കെ അപ്പുറത്താണെന്നാണ്. അഹംഭാവത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ തയ്യാറാകാൻ കഴിയൂ. അഹംഭാവം ഉപേക്ഷിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതാക്കുക എന്നല്ല, മറിച്ച് നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന ആ ഐഡന്റിറ്റി ഉപേക്ഷിക്കുക എന്നാണ്. അഹംഭാവം എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ബോധം വിശാലമാകും. മറ്റൊരു പ്രധാന പരിശീലനമാണ് സാക്ഷിഭാവം. ഇതിനർത്ഥം നിങ്ങളൊരു കാഴ്ചക്കാരനാകുന്നതുപോലെ പ്രതികരണങ്ങളോ വിധികളോ ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും നോക്കിക്കാണുക എന്നതാണ്. ഈ മനോഭാവം നിങ്ങൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പലവിധത്തിലുള്ള വൈകാരിക കുരുക്കുകളിൽ നിന്ന് മുക്തമാകുന്നു. ഓരോ സാഹചര്യങ്ങളെയും അതുള്ളതുപോലെ നിങ്ങൾ അംഗീകരിക്കുന്നു, ഒപ്പം നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥത കുറയുന്നു. ഈ സാക്ഷിഭാവമാണ് നിങ്ങളെ ശൂന്യതയുടെ അവസ്ഥയിലേക്ക് നയിക്കുന്നത്. ശൂന്യനാകുന്നതിന് സ്വയം വിലയിരുത്തലും അത്യാവശ്യമാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ? ഏതെങ്കിലും വികാരം നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ടോ? നിങ്ങളാകുന്ന വ്യക്തിയോടൊപ്പം നിങ്ങൾ ശരിക്കും സമാധാനത്തിലാണോ? നിങ്ങളോട് തന്നെ നിങ്ങൾ സത്യസന്ധനായിരിക്കുമ്പോൾ മാത്രമേ ശൂന്യതയിലേക്ക് ശരിയായ ചുവട് വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയൂ. ശൂന്യനാവുക എന്നതിനർത്ഥം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എന്നാണെന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ നന്മയ്ക്കായിരിക്കുമെന്ന വിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായി പ്രപഞ്ചത്തിന് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം സ്വതന്ത്രമാകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പ്രാപ്തമായ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ പ്രക്രിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ശൂന്യനാവുക എന്നതിനർത്ഥം നിഷ്ക്രിയനാകുക എന്നല്ല, മറിച്ച് പൂർണ്ണമായ സജീവതയോടെ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ ഉണർത്തുന്ന അവസ്ഥയാണിത്. നിങ്ങൾ ബോധവാനും ജാഗരൂകനുമായിരിക്കും, എന്നാൽ നിങ്ങളുടെ മനസ്സിൽ യാതൊരു പകയോ അത്യാഗ്രഹമോ പിരിമുറുക്കമോ ഉണ്ടാകില്ല. ഈ ശൂന്യതയാണ് നിങ്ങളെ പ്രപഞ്ചത്തിന്റെ അനന്തമായ ഊർജ്ജവുമായി ബന്ധിപ്പിക്കുന്നത്. നിങ്ങൾ ശൂന്യതയുടെ അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് നിങ്ങൾ അനുഭവിക്കുന്നു. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജ്ജവുമായി നിങ്ങൾ ഒന്നാകുന്നു. പരമഹംസ യോഗാനന്ദൻ പറയുന്നത് നാം ദൈവവുമായുള്ള ഐക്യം അനുഭവിക്കുന്ന അവസ്ഥ ഇതാണെന്നാണ്. നിങ്ങൾ ഈ ഐക്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വയമേവ നിറവേറ്റപ്പെടുന്നു. ഓർക്കുക, ഈ യാത്ര എളുപ്പമല്ല, പക്ഷേ അസാധ്യവുമല്ല. ഇതിന് നിരന്തരമായ പരിശീലനവും ആത്മപരിശോധനയും പൂർണ്ണ സമർപ്പണവും ആവശ്യമാണ്. എന്നാൽ ഇതിനെ സ്വീകരിക്കുന്ന ഏതൊരാളും ജീവിതത്തിലെ ഏറ്റവും അഗാധമായ സങ്കടങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും മുക്തനായി പുതിയൊരു ജീവിത ഊർജ്ജവും ആനന്ദവും അനുഭവിക്കുന്നതായി കണ്ടെത്തും. നിങ്ങൾക്കൊന്നും നേടാനുള്ള ആഗ്രഹമില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുന്നു, കാരണം നിങ്ങൾ പൂർണ്ണമായി എല്ലാം അനുഭവിച്ചറിഞ്ഞിരിക്കും. ഇതാണ് യഥാർത്ഥ ശൂന്യത. അവിടെ നിങ്ങൾ ശൂന്യനാകുന്നില്ല, മറിച്ച് പൂർണ്ണമായും നിറയുന്നു. അതിനാൽ ഇന്നു മുതൽ തന്നെ തുടങ്ങുക. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനിക്കുക. നിങ്ങളുടെ അഹംഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ നിമിഷവും സാക്ഷിഭാവത്തോടെ കാണുക.
നിങ്ങൾക്ക് എല്ലാം നേടാനുള്ള വഴി കാണിച്ചുതരുന്ന ആ ശൂന്യതയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായി ക്രമേണ നിങ്ങൾക്ക് കാണാൻ കഴിയും. ശൂന്യതയുടെ അവസ്ഥയിലെത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ധ്യാനമാണ്. പരമഹംസ യോഗാനന്ദൻ ധ്യാനത്തെ മാനസിക സമാധാനം കണ്ടെത്താനുള്ള ഒരു മാർഗമായി മാത്രമല്ല, ആത്മാവുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു മാധ്യമമായി കൂടിയാണ് കണക്കാക്കിയത്. ധ്യാനവേളയിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ദിവ്യ ഊർജ്ജത്തെ നാം ഉണർത്തുന്നു. ശരിയായ ധ്യാനവിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ എണ്ണമറ്റ ചിന്തകളെ ശാന്തമാക്കാനും എല്ലാം സാധ്യമാകുന്ന ആ ശൂന്യതയിൽ ലയിക്കാനും നമുക്ക് കഴിയും. ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ വിദ്യശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഇത് ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു പരിശീലനമാണ്. നിങ്ങളുടെ ശ്വാസത്തിന്റെ വേഗത, അതിന്റെ ശബ്ദം, അത് അകത്തേക്കും പുറത്തേക്കും പോകുന്ന അനുഭവം എന്നിവയിൽ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തമാകാൻ തുടങ്ങുന്നു. ഇത് ശ്വാസത്തിനും മനസ്സിനുമിടയിൽ ഒരു പാലം സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിനെ സ്ഥിരപ്പെടുത്തുകയും ക്രമേണ ഏകാഗ്രമാക്കുകയും ചെയ്യുന്നു. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ശ്വാസമാണ് ജീവന്റെ സ്പന്ദനം. ആ ജീവന്റെ സ്പന്ദനം സ്ഥിരമാകുമ്പോൾ മനസ്സും സ്ഥിരമാകുന്നു. ഈ സ്ഥിരതയാണ് ശൂന്യതയുടെ തുടക്കം. ധ്യാനിക്കുമ്പോഴുള്ള മറ്റൊരു വിദ്യ മന്ത്രജപമാണ്. നിങ്ങളുടെ മനസ്സിനെ ഉത്കണ്ഠകളിൽ നിന്ന് മുക്തമാക്കുകയും നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു ശബ്ദമോ വാക്കോ ആണ് മന്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ തുടർച്ചയായി ഒരു മന്ത്രം ഉച്ചരിക്കുകയോ മൗനമായി ജപിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധം ഏകാഗ്രമാകുകയും നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കപ്പെടുന്ന ആ ശൂന്യതയുടെ അവസ്ഥയിൽ നിങ്ങൾ എത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ആന്തരിക സമാധാനവും ശക്തിയും നൽകുന്ന ഓം, സോഹം തുടങ്ങിയ നിരവധി മന്ത്രങ്ങളുടെ പ്രാധാന്യം പരമഹംസ യോഗാനന്ദൻ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിന്റെ ശക്തികളെ നിയന്ത്രിക്കാൻ പ്രാണായാമവും വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ശാരീരിക ഊർജ്ജത്തെ സന്തുലിതമാക്കുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുകയും ചെയ്യുന്നു. പ്രാണായാമ സമയത്ത് നിങ്ങൾ ശ്വാസത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെയും നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കപ്പെടുമ്പോൾ നിങ്ങൾ വേഗത്തിൽ ശൂന്യതയുടെ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ജീവോർജ്ജത്തെ ഉണർത്തുന്ന കല എന്നാണ് പരമഹംസ യോഗാനന്ദൻ പ്രാണായാമത്തെ വിശേഷിപ്പിച്ചത്. ശൂന്യതയിലേക്ക് നീങ്ങുന്നതിനുള്ള മറ്റൊരു പ്രധാന മാർഗം കൂടിയാണ് ആത്മപരിശോധന. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിച്ച് ഏതൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ ബോധത്തെ ബന്ധിപ്പിക്കുന്നതെന്നും ഏതൊക്കെ വികാരങ്ങളാണ് നിങ്ങൾക്ക് ദുഃഖം നൽകുന്നതെന്നും മനസ്സിലാക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ആഴത്തിലെത്തുമ്പോൾ ഈ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം മനസ്സ് സൃഷ്ടിച്ച അതിരുകൾ മാത്രമാണെന്ന് നിങ്ങൾ കണ്ടെത്തും. ഇവയെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അവയെ പതുക്കെ ഉപേക്ഷിക്കാനും ശൂന്യതയിലേക്ക് നീങ്ങാനും കഴിയും. ശൂന്യതയുടെ അവസ്ഥയിലെത്താനുള്ള മറ്റൊരു മാർഗം പൂർണ്ണമായ സമർപ്പണമാണ്. നിങ്ങളുടെ അഹംഭാവം ഉപേക്ഷിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും ജീവിതവും പൂർണ്ണമായും ദൈവത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പരിമിതികളെയും തകർക്കുന്ന ആ ശക്തി നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകുമെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. ഈ സമർപ്പണം കേവലം ഒരു മാനസിക പ്രക്രിയ മാത്രമല്ല, അത് പൂർണ്ണമായ വികാരത്തോടെയും വിശ്വാസത്തോടെയുമായിരിക്കണം. നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം സ്വതന്ത്രമാവുകയും എല്ലാ തടസ്സങ്ങളും അവസാനിക്കുന്ന ആ ശൂന്യതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. അവസാനമായി, ശൂന്യതയുടെ അവസ്ഥ എന്നത് ഒരു മാനസികമോ ആത്മീയമോ ആയ അവസ്ഥ മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നു. നിങ്ങൾ ശൂന്യനാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും ഊർജ്ജവും പൂർണ്ണമായും പൊരുത്തത്തിലാകുന്നു. നിങ്ങളുടെ സ്വന്തം പരിമിതികളിൽ നിന്ന് മോചിതനാകുക മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തിയുമായി നിങ്ങൾ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ബന്ധത്തിൽ നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിച്ചിട്ടുപോലുമില്ലാത്തതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. ശൂന്യനാകുക എന്നത് ഒരു നിരന്തരമായ പ്രക്രിയയാണ്. ഈ യാത്ര ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകില്ല. ക്ഷമയും അച്ചടക്കവും അഗാധമായ പരിശീലനവും കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ സ്ഥിരമായി എത്താൻ കഴിയൂ. എന്നാൽ നിങ്ങൾ ഈ അവസ്ഥ കൈവരിക്കുമ്പോൾ വാക്കുകളിൽ വിവരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഏത് സാഹചര്യത്തിലും നിങ്ങളെ അചഞ്ചലവും സ്ഥിരതയുമുള്ളവനാക്കുന്ന പുതിയൊരു ഊർജ്ജവും പുതിയൊരു ബോധവും നിങ്ങൾ സ്വയം അനുഭവിക്കും. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ ഒരിക്കൽ വെറും കാലിയാണെന്ന് കരുതിയ ശൂന്യത യഥാർത്ഥത്തിലെല്ലാം ഉൾക്കൊള്ളുന്ന പൂർണ്ണതയാണെന്ന്. ഈ പൂർണ്ണതയിൽ എല്ലാ സന്തോഷവും വിജയവും സംതൃപ്തിയും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞത് ശൂന്യനാവുക എല്ലാം നേടുക എന്ന്. കാരണം ശൂന്യനാകുക എന്നതിനർത്ഥം നിങ്ങളെത്തന്നെ പൂർണ്ണമായി അറിയുക, നിങ്ങളെത്തന്നെ പൂർണ്ണമായി കണ്ടെത്തുക, സർവ്വവ്യാപിയായ ആ പ്രപഞ്ചശക്തിയുമായി ഒന്നാകുക എന്നതാണ്. ശൂന്യതയുടെ അവസ്ഥയിലെത്തുക എന്നത് പ്രധാനമാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിർത്തുക എന്നത്. ഈ സ്ഥിരതയാണ് നിങ്ങളുടെ ആത്മീയ വികാസത്തിന്റെ യഥാർത്ഥ പരീക്ഷണം.
ശൂന്യത എന്നത് ധ്യാനസമയത്തോ ആത്മീയ അനുഭവങ്ങളിലോ മാത്രമല്ല, മറിച്ച് എല്ലാ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശീലമായി മാറണമെന്ന് പരമഹംസ യോഗാനന്ദൻ വളരെ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ശീലം സാക്ഷിഭാവം നിരന്തരം നിലനിർത്തുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പ്രതികരണങ്ങളില്ലാതെ നോക്കിക്കാണുന്നത് തുടരുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമ്മർദ്ദരഹിതമായിരിക്കും. ദൈനംദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ സങ്കീർണതകൾക്ക് മുകളിലേക്ക് ഉയരാനുള്ള ശക്തി ഈ പരിശീലനം നിങ്ങൾക്ക് നൽകുന്നു. ഇത് നിങ്ങളെ ഏത് സാഹചര്യത്തിലും ശാന്തവും സ്ഥിരതയുമുള്ളവരാക്കും, ഒപ്പം ശൂന്യതയുടെ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യും. രണ്ടാമത്തെ ശീലം ധ്യാനവും പ്രാണായാമവും നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക എന്നതാണ്. മനുഷ്യർ ദിവസം കുറച്ച് മിനിറ്റെങ്കിലും തങ്ങളുമായി തന്നെ ബന്ധപ്പെടാൻ സമയം കണ്ടെത്തണമെന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്കു മാത്രമുള്ളതാണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങളെ ശാന്തമാക്കുകയും ആ ശൂന്യതയുടെ ആഴത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ചിട്ടയായ പരിശീലനത്തിലൂടെ ഈ ശൂന്യത നിങ്ങളുടെ ദിവസം മുഴുവനുമുള്ള ഊർജ്ജത്തിലും ചിന്തയിലും പ്രതിഫലിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം സ്വയമുള്ള സ്നേഹവും അംഗീകാരവുമാണ്. യാതൊരു കുറ്റങ്ങളോ കുറവുകളോ ഇല്ലാതെ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമാധാനത്തിലേക്ക് നീങ്ങുന്നു. അംഗീകാരത്തിലൂടെ നിങ്ങളുടെ ആന്തരിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. കൂടാതെ നിങ്ങൾക്ക് പൂർണ്ണമായും സ്വാഭാവികത അനുഭവപ്പെടുന്ന ശൂന്യതയുടെ ആ അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ അംഗീകാരം ബാഹ്യലോകത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ ഉറവിടവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ശീലം പോസിറ്റീവ് ചിന്തയും കൃതജ്ഞതാഭാവവുമാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച എന്തിനോടും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവാകുന്നു. കൃതജ്ഞതയുടെ വികാരം നിങ്ങളുടെ മനസ്സിനെ സ്ഥിരപ്പെടുത്തുകയും ശൂന്യതയുടെ ആഴങ്ങളിൽ തുടരാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. കൃതജ്ഞതയുടെ ശക്തി നിങ്ങളെ പ്രപഞ്ചവുമായി ആഴത്തിലുള്ള താളത്തിലാക്കുന്നുവെന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തേതും അതിപ്രധാനവുമായ കാര്യം സമർപ്പണബോധം നിലനിർത്തുക എന്നതാണ്. ജീവിതത്തിൽ എന്ത് വെല്ലുവിളികൾ വന്നാലും അത് ദൈവത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ കൈകളിൽ നിങ്ങൾ സമർപ്പിക്കുക. ഈ സമർപ്പണം നിങ്ങളുടെ മനസ്സിനെ ഭാരം കുറഞ്ഞതാക്കുകയും ഏത് സാഹചര്യത്തിലും ശൂന്യതയുടെ അവസ്ഥയിൽ തുടരാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു. എന്ത് സംഭവിച്ചാലും അത് നിങ്ങൾക്ക് ശരിയായ കാര്യത്തിനാണെന്ന വിശ്വാസം നിങ്ങൾക്ക് ആഴത്തിലുള്ള സമാധാനവും ശക്തിയും നൽകുന്നു. ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾച്ചേരുമ്പോൾ നിങ്ങൾ ശൂന്യതയിൽ തുടരുക മാത്രമല്ല, മറിച്ച് ശൂന്യതയുടെ ശക്തിയാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ഊർജ്ജവുമെല്ലാം സാധ്യമാക്കുന്ന ആ പ്രപഞ്ചശക്തിക്ക് അനുസൃതമായി മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്തും ഒരു പൂർണ്ണ അനുഭവമായി മാറുന്നതായി നിങ്ങൾ കണ്ടെത്തും. ആശങ്കകളില്ല, ഭയമില്ല, പൂർണ്ണതയും സംതൃപ്തിയും മാത്രം. ഇവിടെയെത്തുമ്പോൾ ശൂന്യനാവുക, എല്ലാം നേടുക എന്നതിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊരു തത്വശാസ്ത്രപരമായ പ്രസ്താവന മാത്രമല്ല, അതിരുകളില്ലാത്ത ശക്തിയിലേക്കും സമാധാനത്തിലേക്കും വിജയത്തിലേക്കും നിങ്ങളെ നയിക്കുന്ന ഒരു യഥാർത്ഥ ജീവിത പ്രക്രിയയാണ്. പരമഹംസ യോഗാനന്ദന്റെ ഈ അഗാധമായ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലായ ഗ്യാൻ കി ആവാസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അതിലൂടെ വരാനിരിക്കുന്ന കൂടുതൽ ആഴമുള്ളതും പ്രചോദനാത്മകവുമായ വിഷയങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റായി തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓർക്കുക, ശൂന്യനാകുക എന്നതിനർത്ഥം സ്വയം തുറക്കുക, സ്വയം പൂർണ്ണമായി അറിയുക, ആ ശൂന്യതയിൽ നിന്ന് ലോകത്തെ മുഴുവൻ നിങ്ങളിലേക്ക് ഉൾക്കൊള്ളുക എന്നതാണ്.